പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അക്കാദമിക് കൗൺസിൽ ചെയർമാൻ അബ്ദുസലാം ബാക്കവി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ, സുദീർഘമായ ഒരു സ്വാഗത ഭാഷണത്തിന് മുതിരുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സമുദായ സമക്ഷം സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ സംവിധാനമാണ് SNEC എന്നുള്ളത്. ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനം കേവലം ചുരുങ്ങിയ 2 വർഷങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസപരമായി വിപ്ലവാത്മകമാകുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ മഹിതമായ സംവിധാനത്തിന്റെ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് SNEC സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ SSO എന്നുള്ളത്. ഈ ഒരു സംഘടന വിദ്യാർത്ഥികളുടെ പാഠ്യേതര മേഖലകളിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ ആർജിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി, അത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് SSO എന്നുള്ളത്. അതിന്റെ കീഴിലായി 2 വർഷത്തിലൊരിക്കൽ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി 2 വർഷത്തിലൊരിക്കൽ ടാലൻസ് മീറ്റ് നടത്തി വരുന്നു. അങ്ങനെ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് കാലോചിതമായി അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രഭാഷണ മേഖലകളിൽ, എഴുത്ത് രംഗങ്ങളിൽ, മീഡിയ രംഗങ്ങളിൽ സമൂഹത്തിനോട് സംവദിക്കാൻ ഉതകുന്ന കഴിവുകൾ ആർജിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള വർക്ക്ഷോപ്പുകളും മറ്റും നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഈ ഒരു സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ എന്നുള്ളത്. കലോചിതമായി വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിജ്ഞാനോത്സവത്തിന്റെ കാലമാണ്, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ കാലമാണ്, നോളജ് ഫെസ്റ്റുകളുടെ കാലമാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ സംവിധാനത്തിനകത്തും പുറത്തുമായി ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നടന്നു വരുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് നമ്മുടെ സുന്നി പക്ഷത്ത് നിന്നുകൊണ്ട്, നമ്മുടെ ബൗണ്ടറികൾക്കകത്ത് നിന്നുകൊണ്ട്, നമ്മുടെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ആ രൂപത്തിൽ എങ്ങനെ നമുക്ക് നടത്താൻ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു SNEC നോളജ് ഫെസ്റ്റിവൽ എന്ന ഈ ഒരു സംഭവത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. സുദീർഘമായി ഞാൻ പറയുന്നില്ല. അതിന്റെ ഒരു ആദ്യത്തെ കാൽവെപ്പാണ് ഈ ഒരു വർഷം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ കൂടുതൽ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ രൂപത്തിൽ വരും വർഷങ്ങളിൽ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഈ ഒരു 1-2 ദിവസങ്ങളിലായി 50ഓളം സെഷനുകളിൽ 80ലധികം ഫാക്കൽറ്റികളെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഇസ്ലാം, സാഹിത്യം, സമസ്ത ശാസ്ത്രം എന്നീ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ വിഷയങ്ങളിലെല്ലാം നമുക്ക് ഇന്ന് ഏറ്റവും അതിന് ഏറ്റവും യോജിച്ച പാനലിസ്റ്റുകളെയും ഗസ്റ്റുകളെയും കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ സെഷനുകളെല്ലാം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഈ സെഷനുകളെല്ലാം ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം നടക്കുന്ന എല്ലാ സെഷനുകളും വളരെ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. സുദീർഘമായി ഒന്നും സംസാരിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ഒരു മഹത്തായ സംഗമത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തങ്ങളെ ഈ ഒരു വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വന്നിരായ ഉസ്താദുമാർ, വന്നിരായ ബാക്കവി ഉസ്താദും മറ്റ് അക്കാദമിക് കൗൺസിൽ കൺവീനർ ബഷീർ മാഷ് അടക്കമുള്ള ഉസ്താദുമാർ, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ എല്ലാ വ്യക്തിത്വങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി SNEC നോളജ് ഫെസ്റ്റിവൽ അധ്യക്ഷ ഭാഷണം നിർവഹിച്ചുകൊണ്ട് SNEC നോളജ് ഫെസ്റ്റിവൽ ഡയറക്ടർ
ഡോക്ടർ ബഷീർ മാഷ് പനങ്ങാങ്ങര് നമ്മോട് സംവദിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ SSOയുടെ ചരിത്രമാകുന്ന ഫെസ്റ്റിവലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ നാം ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന SKSSF സംസ്ഥാന അധ്യക്ഷൻ സമാദരണീയനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, SNECയുടെ അക്കാഡമിക് കൗൺസിൽ ചെയർമാൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര മുഷാവർ മെമ്പർ കൂടി അഭിമന്യനായ ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി, നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ AKMM-ന്റെ ഈ മഹല്ലത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി അഭിമന്യനായ അബ്ദുൽ ഖാദർ ബാഖവി ഉസ്താദ് കൈനക്കര, സ്ഥാപനത്തിൻ്റെ മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾ, നമ്മുടെ പ്രിയപ്പെട്ട KM കുട്ടി സാഹിബ് തുടങ്ങി വേദിയിലിരിക്കുന്ന അഭിബന്ധരായ നേതാക്കൾ, SSOയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നമ്മുടെ ഇന്ന് നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ, വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, ഇൻഷാ അല്ലാഹ് 10:30 മണിക്ക് നമ്മുടെ മുഖദ്ദിമയുടെ ഉദ്ഘാടനം ഈ വേദിയിൽ നടക്കാൻ പോവുകയാണ്. അതിനൊക്കെ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, റബ്ബ് തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സുകൃതമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. SSO രൂപീകരിച്ച് അധികമായിട്ടില്ല. അപ്പോഴത്തേക്കും വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി SNEC സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ചരിത്രം രചിക്കുകയാണ്. ഫെസ്റ്റ് വളരെ നേരത്തെ പ്ലാൻ ചെയ്തു. അതിലെ വ്യത്യസ്തങ്ങളായ സെഷനുകൾ, 50 സെഷനുകളിലായി 80ഓളം ഫാക്കൽറ്റികൾ, റിസോഴ്സ് പേഴ്സൺസ് പങ്കെടുക്കുന്ന വ്യത്യസ്തങ്ങളായ ചർച്ചകളും ചിന്തകളുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഗേൾസിൻ്റെ പ്രോഗ്രാം ഇന്നലെ ക്രസൻറ്റിൽ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നടന്നു. വളരെ മികച്ച അത് സാഹിത്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാംസ്കാരിക ചർച്ചകളുണ്ട്, കലയുണ്ട്, എല്ലാ മേഖലയിലെയും മാപ്പിള സാഹിത്യമുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലെയും വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഈ ചർച്ചകളിലൂടെ ഇവിടെ നടക്കുന്നത്. ഇതിനു വേണ്ടി അരങ്ങൊരുക്കിയ SSOയുടെ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ നല്ല മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മുഖദ്ദിമയിലൂടെ പുതിയ വിദ്യാർത്ഥിനികൾ 1424 പുതിയ പഠിതാക്കളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ സംഗമിച്ചുകൊണ്ട് SNEC എന്ന് പറയുന്ന ഈ ഫ്രാറ്റേണിറ്റിയിലേക്ക്, ഈ പൂവാടിയിലേക്ക് വിദ്യയുടെ മധുനുകരാൻ വരുന്നത്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ SSOയുടെ ഭാഗമാവുകയാണ്. SSOക്ക് ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. ഇനിയും എല്ലാ വർഷവും മികച്ച രീതിയിൽ ഫെസ്റ്റ് നടത്തുവാനും നമ്മുടെ സമുദായത്തിന്, സമൂഹത്തിന്, സുന്നത്ത് ജമാഅത്തിന് ശക്തി പകരുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ SSOക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി അഭിവന്ദനായ SKSF സംസ്ഥാന അധ്യക്ഷൻ, നമ്മുടെ അഭിവന്ദനായ നേതാവ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളോട് വളരെ ആദരപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻക്ലൂസീവ്, എക്സ്ക്ലൂസീവ്, കോൺക്ലൂസീവ് SNEC നോളജ് ഫെസ്റ്റിവൽ 2K25 ഔപചാരികമായ ഉദ്ഘാടനം SKSSF സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما بعد ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ബഷീർ മാസ്റ്റർ പനങ്ങാങ്ങര അവരുടെ, ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാക്കവി, ബഹുമാനപ്പെട്ട വേദിയിലുള്ള അബ്ദുൽ ഖാദർ ബാക്കവി, ബഹുമാനപ്പെട്ട കെ എം കുട്ടി, മറ്റ് കമ്മിറ്റി ഭാരവാഹികളെ, പണ്ഡിതന്മാരെ, മുത്താലിങ്ങളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാർ, വളരെ അനുഗ്രഹീതമായ സദസ്സിലാണ് നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഗമം സ്വാലിഹമാരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിരുദ്ധരിക ചെയ്യട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്ത് ഫിർദൗസ് നമ്മേവരെയും അള്ളാഹു ഇതേപോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുക. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോട് അനുബന്ധിച്ച് സമൂഹത്തിന് സമർപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് SNEC എന്നുള്ളത്. സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെടുകയും ഇന്ന് 50ഓളം സ്ഥാപനങ്ങളിലായി നിരവധി വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 സ്ട്രീമുകളായിക്കൊണ്ടാണ് വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ SNECയുടെ വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ ഇന്ന് തുടക്കം കുറിക്കപ്പെടുന്ന മുഖദ്ദിമ എന്ന പരിപാടി ഈ പുതിയ അധ്യയന വർഷത്തിൽ 1420 വിദ്യാർത്ഥിനികളാണ് SNECയുടെ ഭാഗമായി ഈ വർഷം വിജ്ഞാനത്തിൻ്റെ മധു നുകരാൻ വേണ്ടി കടന്നു വരുന്നത്. അള്ളാഹുർക്ക് തന്നെ നാഫിയലും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവമായി SNEC മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ കൊണ്ടുകൊണ്ട് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ കാൽവെപ്പുമായി മുന്നോട്ട് വന്ന SNECയുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പദ്ധതികളും വളരെ അനിവാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം കൂടിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. വിശുദ്ധ ഖുർആന്റെ പ്രഥമ വാക്യം തന്നെ ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്നുള്ള വിശുദ്ധ ഖുർആന്റെ പ്രഥമ വാക്യം അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതിലൂടെ വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെയാണ് ഉദ്ഘോഷിക്കുന്നത്. അത്രമാത്രം വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചിട്ടുള്ള മറ്റൊരു മതത്തെയോ ദർശനത്തെയോ നമുക്ക് വേറെ കാണാൻ സാധിക്കുകയില്ല. ധാരാളം ആയത്തുകളും ഹദീസുകളും വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന പ്രാധാന്യം അത് മതപരമായ വിദ്യാഭ്യാസത്തെ മാത്രമല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്, എല്ലാ വിദ്യാഭ്യാസത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളെക്കുറിച്ചും പഠിക്കാനും നിരീക്ഷണം നടത്താനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. ആ രീതിയിലാണ് വിശദമായതിൽ ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അത് ദർസ് പഠന രംഗത്തും അത് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എല്ലാ വിദ്യാഭ്യാസവും അതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതര ഭാഷകളും അതുപോലെ തന്നെ
ശാസ്ത്ര മേഖലകളിൽ എല്ലാം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമിച്ചുകൊണ്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽ-ഇൽമയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാണ് വിജ്ഞാനം എന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശവും ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസം കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഈ പ്രപഞ്ച സർവ്വ ജീവജാലങ്ങളെക്കുറിച്ചെല്ലാം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനും അതിലൂടെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മനുഷ്യ സമൂഹത്തെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സമൂഹത്തിനും, എല്ലാ വിദ്യാർത്ഥിനികൾക്കും വിജ്ഞാനം ഉൾക്കൊള്ളാനും വിജ്ഞാനത്തിൻ്റെ പാത സഞ്ചരിക്കാനും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. തൊലബുൽ മുഫരിദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ. ഉപകാരപ്രദമായ വിജ്ഞാനം എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമായ ബാധ്യതയെ കാണുന്ന മതം കൂടിയാണ് പരിശുദ്ധമായ ഇസ്ലാം. സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഉപകാരപ്രദമായ വിജ്ഞാനത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. സമൂഹത്തിൽ നന്മയുടെ സന്ദേശങ്ങൾ ലഭിക്കണമെങ്കിൽ ഉപകാരപ്രദമായ വിജ്ഞാനം വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്ത് നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് സമൂഹം ഉന്നതിയിലേക്കാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാംസ്കാരികപരമായി, ധാർമ്മികപരമായി തകർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ധാർമ്മികപരമായി തകരുന്ന വിദ്യാർത്ഥി സമൂഹം, അതാണിന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും ലഹരിയിലും ലൈംഗികതയിലും അരാജകത്തിലുമൊക്കെ തന്നെ വിദ്യാർത്ഥിനികൾ അകപ്പെടും. സ്വന്തം മാതാപിതാക്കളെ പോലും അറുകൊല ചെയ്യാൻ മടിക്കാത്ത വിദ്യാർത്ഥി സമൂഹത്തെയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടമായി ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു. മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന മാതാപിതാക്കളും സഹപാഠികളാൽ കൊല ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹമൊക്കെ തന്നെ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങളും സൗകര്യങ്ങളും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ജീവിത രീതികളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമുള്ളതാണ്. അതുകൊണ്ട് തിരിച്ചറിവുള്ള വിദ്യാഭ്യാസം നൽകാൻ അതിങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തിരിച്ചറിവാണ് ഇന്ന് വളരെ അനിവാര്യമായിട്ടുള്ളത്. അത് മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസവും നൽകുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാക്കി കൊടുക്കാനും കഴിയുന്നതിലൂടെയാണ് സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടിമകളാണ് നാം എന്നുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. ആ ഒരു ചിന്തയാണ്, ആ ബോധമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകം. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഭൗതികതയുടെ താല്പര്യത്താൽ എല്ലാം ആസ്വദിക്കാമെന്ന എല്ലാ തിന്മയിലേക്കും നീങ്ങാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. കൂട്ടുകെട്ടും സാഹചര്യങ്ങളും ഒക്കെ തന്നെ നമ്മെ വഴിമാറ്റുമ്പോൾ, പ്രലോഭനങ്ങളിലൂടെ പലപ്പോഴും തിന്മയിലേക്ക് നീങ്ങുമ്പോൾ, ഏത് സാഹചര്യത്തിലും പ്രലോഭനങ്ങൾക്ക് വിധേയമാവാതെ ധർമ്മബോധത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ അള്ളാഹുവിനേക്കും തിരിച്ചറിവുകൾ മാത്രമേ സാധിക്കൂ. ആ രീതിയിലുള്ള ഒരു ഉത്തമ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹത്തെ നന്മയുടെ പാതയിലൂടെ വളർത്താനും അവരുടെ കഴിവുകൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വിനിയോഗിക്കാനും സാധ്യമാക്കുക എന്നുള്ളതാണ്. നിരവധി പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും എഴുത്തുകാരന്മാരൊക്കെ തന്നെ നമുക്ക് അനിവാര്യമാണ്. ആ മേഖലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്നത്തെ വിദ്യാർത്ഥികളായ നിങ്ങളാണ് നാളെ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടത്. സംഘടന നേതൃത്വം വഹിക്കേണ്ടവർ,
മഹല്ലുൽ ഖത്തീബുമാരായും മുദരിസുമാരായും ദവാ പ്രവർത്തകന്മാരെയും മാറേണ്ടവർ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കണം. ആ രീതിയിൽ ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി നമ്മുടെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. ഇന്ന് വിദ്യാർത്ഥികളായ നിങ്ങൾ നാളെ സമൂഹത്തിലിറങ്ങി വ്യത്യസ്ത മഹല്ലൂലിൽ ഖത്തീബുമാരായും മുദരിസുമാരായും മുഅല്ലിങ്ങളായും സംഘടനാ പ്രവർത്തകന്മാരെയും ഒക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുക. നാം പഠിച്ച കാര്യങ്ങൾ സമൂഹത്തിൽ സമർപ്പിക്കണം. പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തിലൂടെയും മറ്റ് മീഡിയകളിലൂടെയൊക്കെ തന്നെ നമ്മുടെ കഴിവ് തെളിയിക്കാനും സാധിക്കണം. അതിനുള്ള അവസരമാണ് ഇങ്ങനെയുള്ള സമാജങ്ങളിലൂടെ, ഇങ്ങനെയുള്ള ഫെസ്റ്റുകളിലൂടെ നാം മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കഴിവുകൾ, നൈസർഗികമായ കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ, പ്രസംഗിക്കാനും എഴുതാനും പാടാനൊക്കെ തന്നെ കഴിവുകൾ, അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും. അതിന് പരിശീലനമാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ലഭ്യമാകുന്നത്. നിരവധി പ്രഭാഷകന്മാരും എഴുത്തുകാരന്മാരും ഒക്കെ തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തകർ രംഗത്ത് ഉയർന്നു വരേണ്ടവരാണ്. പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ പ്രചരണ പ്രബോധന രംഗത്ത് കഴിഞ്ഞ കാലങ്ങളൊക്കെ നിരവധി പ്രഭാഷകന്മാരും എഴുത്തുകാരന്മാർക്ക് തിളങ്ങി നിന്നവരാണ്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹത്തുക്കളൊക്കെ തന്നെ പ്രഭാഷണ രംഗത്തും തൂലിക രംഗത്തൊക്കെ തന്നെ അവരുടെ കഴിവ് തെളിയിച്ചവരാണ്. ആ രംഗത്തേക്ക് ഭാവി തലമുറയെ ഉത്ബോധിപ്പിക്കാൻ, പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിവുള്ള എഴുത്തുകാരന്മാരും പ്രഭാഷകന്മാരും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു വളർന്നുകൊണ്ടിരുന്ന നിങ്ങളിൽ നിന്നുണ്ടാവണം. ആധുനിക സമൂഹത്തോട് സംവദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കഴിവുകൾ നാം നേടിയെടുക്കണം, ആർജിച്ചെടുക്കണം. എല്ലാ മേഖലയിലും എല്ലാ ഭാഷകളിലും ഇസ്ലാമിനെ കുറിച്ചുള്ള യഥാർത്ഥ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയണം. ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ വളരുമ്പോൾ ഇസ്ലാം എന്താണ് എന്നുള്ളത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം, ബാധ്യതയും. അതാണ് ഇസ്ലാമിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. ആ രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ, നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള ഇത്തരം അവസരങ്ങളൊക്കെ തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരണമെന്ന് കൂടിയാണ് സാന്ദർഭികമായി ഉണർത്താറുള്ളത്. കലാമേഖലയിലും സാഹിത്യ മേഖലയിലുമൊക്കെ തന്നെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. കലയും സാഹിത്യമൊക്കെ തന്നെ നമുക്കറിയാം മനുഷ്യ മനസ്സുകളിൽ വളരെ സ്വാധീനം നൽകുന്ന, ചെലുത്തുന്ന മീഡിയകളാണ്. ആ രംഗത്ത് ഇന്ന് പലപ്പോഴും അനിസ്ലാമികപരമായ പ്രവർത്തനങ്ങളാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കലയും സാഹിത്യമൊക്കെ തന്നെ അശ്ലീലവൽക്കരിക്കപ്പെടുന്നു. സ്ത്രീകളുടെ നഗ്നത വർണ്ണിക്കാനും അത് പ്രദർശിപ്പിക്കുകയുമൊക്കെയാണ് കലയും സാഹിത്യം എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കലയും സാഹിത്യത്തെയും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങളിൽ ഉയർന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള മേഖലയിലൊക്കെ തന്നെ നമ്മൾ കഴിവ് തെളിയിക്കാൻ സിന്നിസിയുടെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥിനികൾ ഉയർന്നു വരികയും അതിലൂടെ ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രസരണ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് പുതുതായി ചേരുന്ന വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പഠനം പൂർത്തീകരിച്ചുകൊണ്ട് ബിരുദം കരസ്ഥമാക്കി ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആദർശ രംഗത്ത് നിങ്ങൾക്കത് സജീവമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചേരുമാറാവട്ടെ. ഈ സംഗമം സ്വാലിഹായ അമലായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ സംഗമം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിൽ ആശംസ ഭാഷണം നിർവഹിച്ചുകൊണ്ട് SKSSF നാഷണൽ ജനറൽ സെക്രട്ടറി അസ്ലം ഫൈസി നമ്മോട് സംവദിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള
സയ്യിദന്മാരെ, പണ്ഡിതരെ, സദസ്സിലെ വിദ്യാർത്ഥികളെ, ഉമറാക്കളെ, SNAC-യുടെ നോളജ് ഫെസ്റ്റിവലിലാണ് നമ്മൾ. ഒരു അനിവാര്യതയുടെ സൃഷ്ടിയായി വന്ന സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ അതിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത് നിലക്ക് തന്നെ ദേശീയ രംഗത്ത് SNAC-യുടെ പ്രൊഡക്റ്റുകൾ പുറത്തോട്ട്, കേരളത്തിൻ്റെ പുറത്ത് അവരുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള സന്നദ്ധരായിട്ടുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും SNAC-യുടെ ബൈ പ്രോഡക്റ്റുകളായി ഉയർന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപാട് ക്വാളിറ്റിയിൽ വളരെ ശ്രദ്ധ കൊടുത്തുള്ള അക്കാഡമിക്സ് ഒരുപാട് ചിന്തിച്ച് രൂപീകരിച്ച ഒരു പാഠ്യപദ്ധതി എന്നുള്ള നിലക്ക് ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഉലമാക്കളെ സൃഷ്ടിക്കുവാൻ, മത ഭൗതിക സമന്വയ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുവാൻ SNAC-ക്ക് സാധിക്കും. പുതിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടെ നമ്മുടെ ഇനാഗ്രേഷൻ സെഷൻ അവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ നന്ദി പറഞ്ഞുകൊണ്ട് SNAC നോളജ് ഫെസ്റ്റിവൽ വൈസ് ചെയർമാൻ ജാബിർ പറപ്പൂർ നന്ദി ഭാഷണം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, പൂക്കോയ തങ്ങൾ, KKS തങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാക്കവി ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായ മുഴുവൻ ഉസ്താദുമാർ, നേതാക്കൾ, ഉമറാക്കൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ നാട്ടുകാരെയും എല്ലാ രക്ഷിതാക്കളെയും, ഈ വേദിയിലിരിക്കുന്ന, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവിധ സഹൃദയകാംക്ഷികളെയും ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ തങ്ങളും എല്ലാവരും ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഈ വേദിയിൽ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്. സമസ്ത സർക്കിളിൽ നിന്നുകൊണ്ട്, ഇസ്ലാമിക സർക്കിളിൽ നിന്നുകൊണ്ട് ഒരു വൈജ്ഞാനികോത്സവത്തിന്, ഒരു വിജ്ഞാനോത്സവത്തിന് നമ്മൾ ഇവിടെ നാന്ദി കൊടുക്കുകയാണ്. 20ഓളം സെഷനുകളിലായിട്ട് 3 വേദികളിലായി സത്യം, സ്വരം, സാരം എന്നീ 3 വേദികളിലായിട്ട് ബൃഹത്തായ ചർച്ചകൾ വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യ പടി എന്നോണം ഇപ്പോൾ മൂഷ എന്നൊരു സെഷനിൽ സമസ്തയുടെ ആശയാദർശങ്ങൾ, സമസ്തയുടെ കാഴ്ചപ്പാടുകൾ, സമസ്തയുടെ ചിന്തകൾ, നിഷ്പക്ഷമായ സമസ്തയുടെ വിവരണങ്ങൾ ജനങ്ങളിലേക്ക്, മുഖ്യധാരകളിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമസ്ത ആദ്യം തുടങ്ങിയ അൽബയാൻ മുതൽ ഇന്നിവിടെ 8 എഡിഷനുകളിൽ എത്തി നിൽക്കുന്ന സുപ്രഭാതം വരെ, അൽബയാൻ മുതൽ സുപ്രഭാതം വരെ എന്ന ഒരു വിഷയത്തിൽ അതിനെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ പോവുകയാണ്. മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ഉമർ റഹ്മാനി പുല്ലൂർ, ബാസിത്ത് ഹുദവി തുടങ്ങിയ വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കാൻ പോവുകയാണ്. ഇവിടെ തുടങ്ങി 20ഓളം സെഷനുകളിൽ 50ഓളം ഫാക്കൽറ്റികൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ വിഷയങ്ങളിലായിട്ട് നമ്മോട് സംവദിക്കാൻ പോവുകയാണ്. ഈ ഒരു വിജ്ഞാന വിപ്ലവം നമ്മൾ വിജയിപ്പിച്ചെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. വരും വർഷങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയായുള്ള കാലികമായിട്ടുള്ള വിഷയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വേദിയിൽ നമ്മുടെ സെഷനുകളിൽ സമയബന്ധിതമായി നടക്കാൻ പോവുകയാണ്. ആദ്യമായി ഖിറാഅത്ത് അവതരിപ്പിച്ച SNAC സ്റ്റുഡൻ്റായ റിസ്വാൻ നന്ദി പറയുകയാണ്. സ്വാഗതം പറഞ്ഞ റമീസ് വെള്ളായിക്കോട്, അധ്യക്ഷത വഹിച്ച ബഷീർ പനങ്ങാര മാസ്റ്റർ, അതുപോലെ തന്നെ ഇവിടെ ഉപവിഷ്ടരായ എല്ലാ വ്യക്തിത്വങ്ങൾക്കും, എല്ലാത്തിലും വരി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ എളിയ സ്വീകരണം സ്വീകരിച്ചെത്തിയ എല്ലാ നേതാക്കൾക്കും, സാദാത്യങ്ങൾക്കും, പണ്ഡിതന്മാർക്കും അഗൈതവമായ ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടെ സാൻ നോളജ് ഫെസ്റ്റിവലിൻ്റെ ഇനാഗുറേഷൻ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൃത്യം 9:45 സത്യം വേദിയിൽ മൂഷ അൽ ബയാൻ മുതൽ സുപ്രഭാതം എന്ന വിഷയത്തെ ആസ്പദമാക്കി മുസ്തഫ മുണ്ടുപാറ,
ഉമർ റഹ്മാനി പുല്ലൂർ, സിപ്പി ബാസിത്ത് ഹുദവി എന്നിവർ സംബന്ധിക്കുന്ന വേദി 1-ൽ മൂഷ അൽ ബയാൻ മുതൽ സുപ്രഭാതം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരം നടക്കാനിരിക്കുന്നു. വിദ്യാർത്ഥികളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.